എന്നോടെങ്ങനെയാണോ ഇങ്ങോട്ട് അങ്ങനെയോ അതിലപ്പുറമോ ആയിരിക്കും ഞാൻ അങ്ങോട്ട് എന്നാണ് പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന ഒരു നയം. അത് കുടുംബ ബന്ധങ്ങളിലും കാണും, അയൽപക്ക ബന്ധങ്ങളിലും കാണും, മറ്റുള്ള സ്നേഹിതന്മാരോടുള്ള ബന്ധങ്ങളിലും കാണും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലീ ഖറാബ, എനിക്ക് ചില അടുത്ത ബന്ധുക്കളുണ്ട്, എനിക്ക് ചില കൂടപ്പറപ്പുകളുണ്ട്, എനിക്ക് ചില ബന്ധുമിത്രാദികളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അസിലുഹും, കുടുംബ ബന്ധം ചേർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ആ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് ഞാൻ. പക്ഷേ എങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് എന്താണെന്നോ നേരെ മറിച്ചാണ്. എത്ര ഞാൻ കുടുംബ ബന്ധം പുലർത്താൻ ശ്രമിച്ചാലും വയഖ്തഊനി, അവരെന്നോട് ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യാറുള്ളത്. തീർന്നില്ല നബിയെ, വഉഹ്സിനു ഇലൈഹിം, ഞാൻ അവർക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന നിലക്ക് എല്ലാ നന്മകളും മാത്രമേ ചെയ്തു കൊടുക്കാറുള്ളൂ. പക്ഷേ വയുസീഊന ഇലയ്യ, അവരെന്നോട് പ്രത്യുപകാരം ചെയ്യൽ എങ്ങനെയാണെന്നോ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം കൊണ്ടാണ് അവരെന്നോട് അതിന് പ്രതികരിക്കാറുള്ളത്. മാത്രമല്ല വഹലുമു അൻഹും, അവരിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും വിവേകപൂർണമായിട്ടേ ഇടപെടാറുള്ളൂ. പക്ഷേ വയജ്ഹലൂന അലയ്യ, അവരെന്നാലും എന്നോട് വളരെ മോശമായ നിലക്കാണ് എന്നെ സമീപിക്കാറുള്ളത്. ഞാൻ എന്ത് ചെയ്യണം നബിയെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, അള്ളാഹുവിന്റെ റസൂലിനോട് ആ സഹാബി ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്കൾ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ കാര്യമെങ്കിൽ നിങ്ങൾ ആ ബന്ധുമിത്രാദികളെ, നിങ്ങൾ ആ ബന്ധുവിനെ ചുടുവെണ്ണീർ തീറ്റിക്കുകയാണ്. തൊള്ള നിറച്ച് നല്ല ചൂടുള്ള വെണ്ണീറാണ് വായിലേക്കാണ് ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും അതിന്റെ രസം? അത് അയാൾക്ക് അതിന്റെ കുഴപ്പമെന്ന്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ. അയാൾ ചുടുവെണ്ണീർ വായിലിട്ട് ചവക്കുന്നവന്റെ ദുരനുഭവം കാലാകാലം അയാൾ അനുഭവിക്കേണ്ടി വരും. ആ വൃത്തികെട്ട സ്വഭാവം തുടരുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വരാനില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണമെന്ത്, വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം, താങ്കൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു കാവൽക്കാരൻ ഉണ്ടാകും. റബ്ബ് നിങ്ങൾക്കൊരു സഹായിയായിട്ട് എപ്പോഴും ഉണ്ടാകും. എപ്പോ? മാദും തഅലാദാലിക, നിങ്ങൾ ഈ പറയുന്ന സൽസ്വഭാവത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോ. അതേ അവസരത്തിൽ നിങ്ങൾക്കും ദേഷ്യം പിടിച്ചിട്ട് കുറെ കാലായില്ലേ ഞാനിത് സഹിക്കണ്, ഇനി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് തിരിച്ചടി തുടങ്ങിയാൽ ആ സഹായം നിങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെടും, നിങ്ങൾക്കും റബ്ബിന്റെ കാവൽ നഷ്ടപ്പെടും എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിരിക്കുകയാണ്.